ഇവിടെ ഈ പിക്ചർ നോക്കൂ. ഇതിൽ മദ്ദുൽ ഫറഇ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് താഴേക്ക് ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ആരോ മാർക്കിന് താഴെ ഹംസ എഴുതിയിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് മദ് ഫറഇയാവാൻ കാരണം ഹംസയാണ്. ഇനി ഇങ്ങനെ ഹംസ കാരണമായി വരുന്ന മദ്ദുകൾ അതിന് താഴേക്ക് ആരോ മാർക്ക് ചെയ്ത് എഴുതിയിരിക്കുന്നു. മദ് മുത്തസിൽ, മദ് മുൻഫസിൽ, സുല കുബ്ര. ഇതിൽ അതിന് താഴെയായി ഇതിൻ്റെ ഉദാഹരണങ്ങളും നമുക്ക് കാണാം. മദ് മുത്തസിലിന് ഉദാഹരണം ജാഅ. ഇവിടെ അലിഫ് മദ്ദിന് ശേഷം ഹംസ അതേ പദത്തിൽ വന്നിരിക്കുന്നു. 4 5 ഹറക്കത്തിൻ്റെ സമയമെടുത്ത് നിർബന്ധമായും അവിടെ നീട്ടി ഓതണം. മദ് മുത്തസിലിൻ്റെ ഹുക്മ് വാജിബാണ്. 4 5 ഹറക്കത്തിൻ്റെ സമയം അവിടെ നിർബന്ധമായും നീട്ടി ഓതണം. മദ് മുത്തസിലിൻ്റെ മിഖ്ദാർ 4 5 ഹറക്കത്തിൻ്റെ സമയമാണ്. ഇനി രണ്ടാമത്തെ ഉദാഹരണം മദ് മുൻഫസിലിൻ്റെ ഉദാഹരണമാണ്. ലാ ഉഖ്സിമു. ഇവിടെ ലാ എന്ന ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ പിരിഞ്ഞു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ മദ് മുൻഫസിലാണ്. മദ് മുൻഫസിലിൻ്റെ ഹുക്മ് ജായിസാണ്. മദ് മുൻഫസിലിൻ്റെ മിഖ്ദാർ, അതായത് അതിൻ്റെ ടൈമിംഗ് 2 4 5 ഹറക്കത്തിൻ്റെ സമയമാണ്. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ള വിഷയമായ സുല കുബ്ര, അതിൻ്റെ ഉദാഹരണം നോക്കൂ. ഇൻദഹു ഇല്ല. ഇവിടെ ഹംസ വന്നിട്ടുണ്ട് ഇല്ല എന്ന വാക്കിൽ. പക്ഷേ ഹംസയ്ക്ക് മുമ്പായി ദീർഘാക്ഷരമല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഇൻദഹു ഇല്ല. ഇവിടെ ഹംസ വന്നിരിക്കുന്നു. പിരിഞ്ഞാണ് ഹംസ വന്നിരിക്കുന്നത്. അതായത് 2 പദത്തിലാണ് ഹംസ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ പദത്തിൻ്റെ ആദ്യ അക്ഷരമായിട്ടാണ് ഹംസ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ഹംസയ്ക്ക് മുമ്പ് ദീർഘാക്ഷരമായ അലിഫ് മദ്ദോ യാ മദ്ദോ വാവ് മദ്ദോ വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടുള്ളത് ഹാ ഉൽ ലമീർ ആണ്. ഹു എന്ന ഹാ ഉൽ ലമീർ. ഒന്നുകൂടി പറയാം. ഇൻദഹു ഇല്ല. ഈ വാക്കിലെ ഹംസയ്ക്ക് തൊട്ടു മുമ്പ് വന്നിട്ടുള്ളത് ഹു എന്ന അക്ഷരമാണ്. ഇവിടെ ഇത് ഹാ ഉൽ ലമീർ ആണ്. ഇനി എന്താണ് ഹാ ഉൽ ലമീർ? അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. അവൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടി ഒരു പദത്തിൻ്റെ കൂടെ എഴുതുന്ന ഹാ. ഇങ്ങനെ എഴുതുന്ന ഹാഇന് ഒന്നുകിൽ കിസ്റയായിരിക്കും അല്ലെങ്കിൽ ളമ്മയായിരിക്കും. ഹി എന്നോ ഹു എന്നോ ഒരു പദത്തോട് ചേർത്ത് എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എന്നതിലേക്ക് സൂചിപ്പിക്കുന്നു. ഇങ്ങനെ എഴുതുന്ന ഹാഇനെയാണ് ഹാ ഉൽ ലമീർ എന്ന് പറയുന്നത്. ഹാ ഉൽ ലമീർ ഒരു പദത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ വരികയുള്ളൂ. 2 ഉദാഹരണങ്ങളിലൂടെ നമുക്കതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദമായി മനസ്സിലാക്കാം. ഇൻദ എന്ന വാക്കിൻ്റെ അർത്ഥം അടുക്കൽ എന്നാണ്. അവൻ്റെ അടുക്കൽ എന്ന അർത്ഥത്തിലേക്ക് അതിനെ മാറ്റണമെങ്കിൽ ഇൻദ എന്ന വാക്കിൻ്റെ കൂടെ ഹു എന്ന് ചേർത്താൽ മതിയാകും. ഇൻദഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുക്കൽ. ഇൽമ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ഇൽമ് അറിവ്. അവൻ്റെ അറിവ് എന്ന അർത്ഥത്തിലേക്ക് നമുക്ക് ആ പദത്തെ മാറ്റണമെങ്കിൽ ആ വാക്കിൻ്റെ കൂടെ ഹി എന്ന് ചേർത്താൽ മതിയാകും. ഇൽമിഹി എന്ന് പറയുമ്പോൾ അവൻ്റെ അറിവ് എന്ന അർത്ഥമാണ്. ഇങ്ങനെ അവൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എന്ന അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാഇനെയാണ് ഹാ ഉൽ ലമീർ എന്ന് പറയുന്നത്. ഹാ ഉൽ ലമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും അതുപോലെ ഹാ ഉൽ ലമീറിന് ശേഷം വരുന്ന അക്ഷരത്തിനും ഹറക്കത്തുണ്ടെങ്കിൽ, അതായത് ഫൻഹയോ കിസ്റയോ ളമ്മയോ വന്നിട്ടുണ്ടെങ്കിൽ
അവിടെ ഒരു മദ് സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുന്ന മദ്ദിനെയാണ് മദ്ദുസ്സില എന്ന് പറയുന്നത്. ഇവിടെ ലാ തഖുദുഹു, ഇവിടെ ഹു എന്ന് വന്നിരിക്കുന്നു. ഇവിടെയുള്ള ഹാ ഉൽ ലമീറാണ്. ലഹു, ഇവിടെയും ഹാ ഉൽ ലമീർ വന്നിരിക്കുന്നു. ഇൻദഹു, ഇവിടെയും ഹാ ഉൽ ലമീർ ഉണ്ട്. ബിഇദ്നിഹി, ഇവിടെ ഹി എന്ന് ഹാ ഉൽ ലമീർ വന്നിരിക്കുന്നു. കുർസിയുഹു, ഇവിടെ ഹു എന്ന് ഹാ ഉൽ ലമീർ വന്നിരിക്കുന്നു. യഊദുഹു, ഇവിടെയും ഹാ ഉൽ ലമീർ ഉണ്ട്. ഇത്രയും സ്ഥലങ്ങളിലാണ് ആയത്തുൽ കുർസിയിൽ ഹാ ഉൽ ലമീറുകൾ ഉള്ളത്. ഇനി എന്താണ് മദ്ദുസ്സില? ഹാ ഉൽ ലമീറിന് മുമ്പുള്ള അക്ഷരത്തിനും അതുപോലെ ശേഷം വരുന്ന അക്ഷരത്തിനും ഹർക്കത്തുണ്ടെങ്കിൽ അവിടെ ഒരു മദ് സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുന്ന മദ്ദിനെയാണ് മദ്ദുസ്സില എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഹാ ഉൽ ലമീറിന് തൊട്ടു മുമ്പ് വരുന്ന അക്ഷരത്തിനും ഹാ ഉൽ ലമീറിന് ശേഷം വരുന്ന അക്ഷരത്തിനും ഹറക്കത്തുണ്ടെങ്കിൽ, അതായത് ഫത്ഹയോ കിസ്റയോ ലമ്മയോ ഉണ്ടെങ്കിൽ അവിടെ ഒരു മദ് സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുന്ന മദ്ദിനെയാണ് മദ്ദുസ്സില എന്ന് പറയുന്നത്. ഇവിടെ തഖുദുഹു എന്ന് ഹു എന്ന് 2 ഹർക്കത്തിന്റെ സമയം നീട്ടണം. ഇവിടെ മദ്ദുസ്സില സംഭവിച്ചിരിക്കുന്നു. കാരണം ഹു എന്ന ഹാ ഉൽ ലമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരം ദാലാണ്. റു എന്ന് ദാലിന് ഹറക്കത്തുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഹറക്കത്ത് ലമ്മയാണ്. ഇനി ഹാ ഉൽ ലമീറിന് ശേഷം വരുന്ന അക്ഷരത്തെ പരിഗണിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളത് സീൻ എന്ന അക്ഷരമാണ്. സീനിന് കെസ്റയാണ്, അതായത് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ഹാ ഉൽ ലമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും ഹാ ഉൽ ലമീറിന് ശേഷം വന്ന അക്ഷരത്തിനും ഹർക്കത്തുള്ളത് കൊണ്ട് ഇവിടെ ഒരു മദ് സംഭവിക്കും. ഹൂ എന്ന് 2 ഹർക്കത്ത് നീട്ടി ഓതണം. അതുപോലെ ലഹു മാഫിസ് സമാവാതി, ഇവിടെ ലഹു, അവിടെ ഹു എന്ന് ഹാ ഉൽ ലമീർ വന്നിരിക്കുന്നു. അതിന് തൊട്ടു മുമ്പ് വന്നിരിക്കുന്ന അക്ഷരം ലാമാണ്. ലാമിന് ഫത്ഹയുണ്ട്, അതായത് അവിടെ ഹർക്കത്തോട് കൂടിയാണ് ലാം എന്ന അക്ഷരം വന്നിരിക്കുന്നത്. ഹാ ഉൽ ലമീറിന് ശേഷം വന്ന അക്ഷരം മീമാണ്. മീം എന്ന അക്ഷരത്തിനും ഹർക്കത്തുണ്ട്. അതുകൊണ്ട് അവിടെയും ഒരു മദ് സംഭവിച്ചിരിക്കുന്നു. ലഹു, ഹു എന്ന് അവിടെ 2 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതണം. ഇൻദഹു, ഇവിടെ ഹാ ഉൽ ലമീർ വന്നിരിക്കുന്നു. ഹാ ഉൽ ലമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഹർക്കത്തുണ്ട്. ദാലിന് ഫത്ഹയാണ്. ഹാ ഉൽ ലമീറിന് ശേഷം വന്നിട്ടുള്ളത് ഹംസയാണ്. ഹാ ഉൽ ലമീറിന് ശേഷം വന്നിട്ടുള്ളത് ഹംസയാണ്. ഹംസയ്ക്ക് ഹർക്കത്തുണ്ട്. ഇവിടെ ഹാ ഉൽ ലമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും ശേഷം വന്നിട്ടുള്ള അക്ഷരത്തിനും ഹർക്കത്തുണ്ട്. അതോടൊപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഹാ ഉൽ ലമീറിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ഹംസയാണ്. ഇങ്ങനെ ഹംസ കാരണമായി വന്നിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ അവിടെ മദ് ഫറഇയായി മാറും. നേരത്തെ നമ്മൾ പഠിച്ച മദ് മുൻഫസിലിൻ്റെ അതേ നിയമം തന്നെയാണ് ഇവിടെയും, അതായത് മദ്ദുസ്സില കുബ്ര. ഇതിൻ്റെ ഹുക്മ് ജായിസാണ്. 2, 4, 5 ഹർക്കത്തിൻ്റെ സമയമെടുത്ത് നമുക്ക് നീട്ടി ഓതാം. ബിഇദ്നിഹി, ഇവിടെ ഹി എന്ന് ഹാ ഉൽ ലമീർ വന്നിരിക്കുന്നു. ഹാ ഉൽ ലമീറിന് തൊട്ടു മുമ്പ് വന്നിട്ടുള്ള അക്ഷരം നൂനാണ്. നൂനിന് കിസ്റയുണ്ട്. നിഹി, അതായത് ഹാ ഉൽ ലമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഹർക്കത്തുണ്ട്. ഹാ ഉൽ ലമീറിന് ശേഷം വന്നിട്ടുള്ളത് യാ എന്ന അക്ഷരമാണ്. യാഇനും ഹർക്കത്തുണ്ട്. ഹാ ഉൽ ലമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും ഹർക്കത്തുണ്ട്, ശേഷം വന്നിട്ടുള്ള അക്ഷരത്തിനും ഹർക്കത്തുണ്ട്. ഇങ്ങനെ ഹർക്കത്ത് വന്നതുകൊണ്ട് ഹാ ഉൽ ലമീറിന് മുമ്പുള്ള അക്ഷരത്തിനും ശേഷമുള്ള അക്ഷരത്തിനും ഹർക്കത്ത് വന്നതുകൊണ്ട് അവിടെ ഒരു മദ് സംഭവിക്കും. ബിഇദ്നിഹി, ഹി എന്ന് ദീർഘമായി അവിടെ നീട്ടി ഓതണം. അവിടെ ഹാ ഉൽ ലമീറിന് ശേഷം ഹംസയല്ല വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ മദ് ത്വബീഇയാണ്. 2 ഹർക്കത്ത് മാത്രമേ അവിടെ നീട്ടി ഓതേണ്ടതുള്ളൂ. ബിഇദ്നിഹി യഅലം. ഇൽമിഹി, ഇവിടെ ഹാ ഉൽ ലമീർ വന്നിട്ടുണ്ട്. ഹാ ഉൽ ലമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും ശേഷം വന്നിട്ടുള്ള അക്ഷരത്തിനും ഹർക്കത്തുണ്ട്. അതോടൊപ്പം ഹാ ഉൽ ലമീറിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ഹംസയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മദ് ഫറഇയായി മാറും. 2, 4, 5 ഹർക്കത്തിന്റെ സമയമെടുത്ത് നമുക്കവിടെ നീട്ടി ഓതാം. ഈ മദിനെ മദ്ദുസ്സില കുബ്ര എന്നാണ് പറയുന്നത്. കുർസിയുഹു, ഇവിടെയും നമുക്ക് ഹാ ഉൽ ലമീറിനെ കാണാം. പക്ഷേ അവിടെ മദ് സംഭവിച്ചിട്ടില്ല. കുർസിയുഹു എന്നവിടെ നീട്ടി ഓതുന്നില്ല. കാരണം ഇവിടെ ഹാ ഉൽ ലമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരം യാ ആണ്. യാ എന്ന അക്ഷരത്തിന് ഹർക്കത്തുണ്ട്. പക്ഷേ ഹാ ഉൽ ലമീറിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം അവിടെ അസ്സമാവാതി എന്നാണ്. അവിടെ ഹംസത്തുൽ വസുലാണ് വന്നിട്ടുള്ളത്. ഹംസത്തുൽ വസുൽ എന്നാൽ അവിടെ സുക്കൂനിൻ്റെ ധർമ്മം തന്നെയാണ്. ഹംസത്തുൽ വസുലിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. അതുകൊണ്ട് ഇവിടെ മദ്ദുസ്സില സംഭവിക്കുന്നില്ല. ഹാ ഉൽ ലമീർ വന്നിരിക്കുന്നു, പക്ഷേ അവിടെ മദ്ദുസ്സില സംഭവിക്കുന്നില്ല. കാരണം ഹാ ഉൽ ലമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഹർക്കത്തുണ്ട്, പക്ഷേ ശേഷം വന്നിട്ടുള്ള അക്ഷരത്തിന് അവിടെ ഹർക്കത്തില്ല. അതുകൊണ്ട് അവിടെ മദ്ദുസ്സില സംഭവിക്കുന്നില്ല. യഊദുഹു, ഇവിടെ ഹാ ഉൽ ലമീർ വന്നിരിക്കുന്നു. ഹാ ഉൽ ലമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മയാണ്, അതായത് ദാലിന് ലൊമ്മയാണ്. ഹാ ഉൽ ലമീറിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരത്തിന്,
അതായത് ഹാഇന്, ഹിഫ്ലുഹുമ, ഹാഇന് കിസ്റയാണ്. ഇങ്ങനെ ഹാ ഉൽ അമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും ശേഷമുള്ള അക്ഷരത്തിനും ഹർക്കത്ത് വന്നതുകൊണ്ട് അവിടെ മദ് സുല സംഭവിക്കുന്നു. യഊദു ഹു, ഹു എന്ന് 2 ഹർക്കത്തിൻ്റെ സമയം അവിടെ നീട്ടി ഓതണം. ഇങ്ങനെ 2 ഹർക്കത്ത് മാത്രം നീട്ടി ഓതുന്ന മദ്ദുസില, ഇങ്ങനെയുള്ള മദിനെയാണ് മദ്ദുസില സുഗ്റ എന്ന് പറയുന്നത്. അതായത് ഹാ ഉൽ അമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും ശേഷം വരുന്ന അക്ഷരത്തിനും ഹർക്കത്ത് ഉണ്ടാവുകയും ഹാ ഉൽ അമീറിന് ശേഷം ഹംസ വരാതിരിക്കുകയും ചെയ്താൽ അവിടെ സംഭവിക്കുന്ന മദ്ദുസില സുഗ്റയായിരിക്കും. മദ്ദുസില സുഗ്റ സാധാരണ ദീർഘമാണ്, മദ് തൊബീഇയിൽപ്പെട്ട ദീർഘമാണ്. അവിടെ 2 ഹർക്കത്ത് മാത്രമേ നീട്ടി ഓതാൻ പാടുള്ളൂ. ഇന്ന് നമ്മൾ പഠിച്ചത് മദ്ദുസില സുഗ്റ, മദ്ദുസില കുബ്ര. മദ്ദുസില എന്ന് പറഞ്ഞാൽ ഹാ ഉൽ അമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും ഹാ ഉൽ അമീറിന് ശേഷം വരുന്ന അക്ഷരത്തിനും ഹർക്കത്തുണ്ടെങ്കിൽ സംഭവിക്കുന്ന മദ്ദിനെയാണ് മദ്ദുസില എന്ന് പറയുന്നത്. ഹാ ഉൽ അമീറിന് ശേഷം ഹംസ വന്നാൽ, അതായത് ഹാ ഉൽ അമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും ഹാ ഉൽ അമീറിന് ശേഷം വരുന്ന അക്ഷരത്തിനും ഹർക്കത്ത് ഉണ്ടാവുകയും ഹാ ഉൽ അമീറിന് ശേഷം വരുന്ന അക്ഷരം ഹംസയാവുകയും ചെയ്താൽ ആ ദീർഘം മദ് ഫറഇയിൽപ്പെട്ട മദ്ദുസില കുബ്രയാണ്. എന്നാൽ ഹാ ഉൽ അമീറിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും ഹാ ഉൽ അമീറിന് ശേഷം വരുന്ന അക്ഷരത്തിനും ഹർക്കത്ത് ഉണ്ടായിരിക്കുകയും ഹാ ഉൽ അമീറിന് ശേഷം ഹംസ വരാതിരിക്കുകയും ചെയ്താൽ അവിടെ സംഭവിക്കുന്ന മദ്ദുസില സുഗ്റയാണ്. മദ് തൊബീഇയിൽപ്പെട്ട ദീർഘമാണ് മദ്ദുസില സുഗ്റ. 2 ഹർക്കത്തിൻ്റെ ദീർഘം മാത്രമേ അവിടെ ദൈർഘ്യം നൽകേണ്ടതുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഖുർആൻ യാതൊരു പോരായ്മകളും ഇല്ലാതെ പാരായണം ചെയ്യാനും മനഃപാഠമാക്കാനും ജീവിതത്തിൽ പകർത്താനും മരണം വരെ നിലനിർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.